ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഓണക്കാലത്ത് പരിശോധന ശക്തമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനു ശേഷം ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓണക്കാലത്ത് മയക്കുമരുന്നും കഞ്ചാവും ഒഴുകാൻ അനുവദിക്കില്ല. തൂഫാനിൽ രാഷ്ട്രീയമില്ല. ഭാവി തലമുറയെ രക്ഷിക്കാൻ എല്ലാവരും ചേർന്ന് തൂഫാൻ വിജയിപ്പിക്കുകയാണ് വേണ്ടത്. തൂഫാനിൽ കള്ളക്കളി കളിച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകും. 75 ദിവസം പിന്നിടുന്ന ഓപ്പറേഷൻ തൂഫാൻ വൻ വിജയമാണെന്നും ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ SIമാരെ SHOമാരാക്കിയുള്ള പോസ്റ്റിംഗ് 2 ദിവസത്തിനുള്ളിൽ പൂർത്തിയാകും. കാലടി സർവകലാശാലയിൽ വൈസ് ചാൻസലർക്കെതിരെ ശവമഞ്ചം ഒരുക്കിയത് പ്രാകൃത നടപടിയാണ്. തെറ്റ് ചെയ്തവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ലാത്തതാണ് നടന്നതെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ശക്തമായ നടപടി സ്വീകരിക്കും. അതിന് പോലീസിന് എല്ലാ തലങ്ങളിലും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഓണക്കാലത്ത് ലഹരി ഒഴുക്കുന്നവര്, സ്പിരിറ്റ് ഒഴുക്കുന്നവര്, അതോടൊപ്പം തന്നെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഒഴുക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാവും. ഓപ്പറേഷൻ തുഫാൻ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. ഓണക്കാലത്ത് മദ്യം ഒഴുക്കാനല്ലോ വേണ്ടേ, അല്ലെങ്കിൽ ഓണക്കാലത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കാനല്ലോ വേണ്ടത്. അപ്പൊ അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാവും. പോലീസും എക്സൈസും അതോടൊപ്പം തന്നെ മറ്റ് സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ഒരുമിച്ച് ഈ കാര്യത്തിൽ ഈ തൂഫാന്റെ ഭാഗമായിട്ട് കേസുകളുടെ ഒരു വർധനവ് അതെങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുന്നത്? കേസുകളുടെ വർധനവ് വളരെ ഉണ്ട്. കാരണം പോലീസ് വളരെ ആക്റ്റീവാണ്. ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ഇതിനകത്ത് കള്ളക്കളി കളിച്ചാൽ അവരുടെ പേരിൽ നടപടി ഉണ്ടാകും. അത് ശക്തമായി തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഓപ്പറേഷൻ തുഫാനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. എല്ലാവരും ചേർന്ന് വിജയിപ്പിക്കുന്നതാണ്. ഭാവി തലമുറയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഓപ്പറേഷൻ തുഫാൻ. ഇതുവരെ തുഫാൻ 75 ദിവസം പിന്നിടുന്നു. വൻ വിജയമാണ്. ജനങ്ങളുടെ പൂർണ്ണ സഹകരണമുണ്ട്. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. SHOമാരുടെ മാറ്റത്തിന് SIമാരാക്കുന്നത് കൺഫ്യൂഷൻ ഉണ്ടോ? കൺഫ്യൂഷൻ എല്ലാം ഇന്നും നാളെ കൊണ്ട് എല്ലാം അവരുടെ പോസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ അത് പൂർത്തിയായി. തൃശ്ശൂർ ജില്ലയിലൊന്നും ഇപ്പോഴും പോലീസുകാരെ വിട്ടുകൊടുക്കും. എല്ലാ സ്ഥലങ്ങളിലും അത് ഇന്നും നാളെ കൊണ്ട് എല്ലാം പൂർത്തിയായി. വളരെ വളരെ ദൗർഭാഗ്യകരമായ സംഭവം. ഒരിക്കലും ഒരു ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ ശവമഞ്ചം ചുമന്നുകൊണ്ട് പോയി അവരെ അപമാനിക്കുന്ന, ആക്ഷേപിക്കുന്ന നടപടി ഒരിക്കലും അനുകൂലിക്കാൻ കഴിയില്ല.